വളരെ പ്രധാനപ്പെട്ട വാർത്തയുമായാണ് ഉച്ചവാർത്ത നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. കേരളത്തിന്റെ മദ്രസകളുടെ പിറവിൽ നടക്കുന്നത് എന്താണ്? മലപ്പുറത്ത് പോക്സോ കേസിൽ മദ്രസ അധ്യാപകൻ പിടിയിൽ. 14ഓളം കുട്ടികളെ പീഡിപ്പിച്ച AK മുഹമ്മദാണ് പോലീസ് പിടിയിലായത്. വളാഞ്ചേരി ആദവനാട് മദ്രസയിലാണ് സംഭവം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 20ഓളം കേസ് ഇയാൾക്കെതിരെ നിലവിലുണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഈ മലപ്പുറത്ത് ഇതെന്താണ് സംഭവിക്കുന്നത്? ഒരു മദ്രസ അധ്യാപകൻ മതം പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് പഠിപ്പിക്കേണ്ട, നല്ല പാഠങ്ങൾ ജീവിതത്തിൽ പകർന്നു നൽകേണ്ട ഒരു അധ്യാപകനാണ് മദ്രസ അധ്യാപകൻ. അദ്ദേഹം ഈ മതപഠനത്തിന്റെ മറവിൽ പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കുന്നത് ഒന്നും രണ്ടുമല്ല, 14ഓളം പെൺകുട്ടികൾ. അതും സംസ്ഥാനത്തുടനീളം പരാതികളുണ്ട്. അപ്പോൾ പീഡന വീരന്മാരാണോ മദ്രസ അധ്യാപകൻ? അശ്വതി, അതുതന്നെയാണ്. കാരണം മദ്രസകൾ എന്ന് പറയുന്നത് മതം പഠിപ്പിക്കുന്ന ഇടങ്ങളാണ്. പക്ഷേ അവിടെ പലപ്പോഴും ഇത്തരത്തിലുള്ള പീഡന കഥകളാണ് പുറത്തു വരുന്നത്. മുൻപും ഇത്തരത്തിൽ നിരവധി പീഡനങ്ങൾ ഈ മദ്രസയുമായി കേന്ദ്രീകരിച്ച് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ ആദവനാടുള്ള ഒരു മദ്രസയിലാണ് ഇത്തരം ഒരു കേസ് വന്നിരിക്കുന്നത്. വളാഞ്ചേരിയിലെ ആദവനാട്ടെ ഈ മദ്രസയിലുള്ള അധ്യാപകൻ 14ഓളം കുട്ടികളെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കേസ്. ഇതിൽ ഭൂരിപക്ഷവും ആൺകുട്ടികളാണ്. പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി എന്നുള്ളതാണ് കേസ്. ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് അന്വേഷിക്കുകയായിരുന്നു. ഈ സമയത്ത് പ്രതി കൂടിയായ കാസർഗോഡ് സ്വദേശിയായ AK മുഹമ്മദ്, ഇയാൾ ഈ സ്ഥലത്ത് നിന്നും മുങ്ങുകയായിരുന്നു. പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കി. തുടർന്ന് ഇന്നാണ് ഈ പ്രതിയെ ബീഹാറിൽ നിന്നും പിടികൂടിയത്. ബീഹാറിൽ ഒളിവിൽ കഴിയുകയായിരുന്നു AK മുഹമ്മദ്. ഇപ്പോഴും പ്രതിയെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടില്ല. ഇപ്പോൾ കൊണ്ടുവരുന്ന വഴിയാണ്. ഏകദേശം 14ഓളം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇയാൾക്കെതിരെ 20ഓളം കേസുകളും നിലവിൽ ഉണ്ട്. ഇയാൾ ഏതാനും വർഷം മുൻപ് മാത്രമാണ് ആദവനാടുള്ള മദ്രസയിലേക്ക് മദ്രസ അധ്യാപകനായി എത്തിയത്. അതിനകം തന്നെ മറ്റു പല ഇടങ്ങളിലും ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മദ്രസകൾ കേന്ദ്രീകരിച്ച് പഠനം നടത്തിയിരുന്നു. ഇവിടങ്ങളിലൊക്കെ തന്നെ മുൻപും ഇത്തരത്തിലുള്ള കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. അതായത് 20ഓളം കേസുകൾ നിലവിൽ ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശിയാണ് ഇയാൾ. ഇയാളുടെ ഒരു ജോലി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മദ്രസ അധ്യാപനം തന്നെയാണ്. വിവിധ ഇടങ്ങളിൽ പോയി പഠിപ്പിക്കുകയാണ്. ഒരു സ്ഥലത്ത് കുറച്ചു കാലം നിൽക്കും, പിന്നീട് മറ്റൊരു ഇടത്തേക്ക് പോകും. അങ്ങനെ പല ഇടങ്ങളിലും മദ്രസ അധ്യാപനം നടത്തുന്നതാണ് ഇയാളുടെ ഒരു രീതി. അങ്ങനെ ഈ അടുത്ത കാലത്താണ് ഈ ആദവനാട് ഇയാൾ എത്തിയത്. പിന്നീട് ഈ ഏകദേശം 14ഓളം വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ച പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. പിന്നീട് ഇപ്പോൾ ഇന്ന് ഇയാളെ ബീഹാറിൽ വെച്ച് പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുള്ള സംഭവം. അശ്വതി. ശരി ശിവദാസ്, വളരെ വ്യക്തമാണ് വിവരങ്ങൾ. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രകൃതി വിരുദ്ധ പീഡനമാണ് ഈ ആൺകുട്ടികൾക്കടക്കം ഈ മദ്രസ അധ്യാപകരിൽ നിന്നും നേരിടേണ്ടി വരുന്നത്. ഒരു കുട്ടിയല്ല, 2 കുട്ടിയില്ല, 14ഓളം കുട്ടികളെയാണ് ഈ AK മുഹമ്മദ് എന്ന മദ്രസ അധ്യാപകൻ എന്ന് വിളിക്കുന്ന പീഡന വീരൻ പീഡിപ്പിച്ചത്. എന്തായാലും സംസ്ഥാനത്തുടനീളം ഇയാൾക്കെതിരെ വലിയ രീതിയിൽ വ്യാപകമായ പരാതികൾ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മൻ.